നമുക്കിന്ന് ഉണ്ണിമധുരം ഉണ്ടാക്കിയാലോ? നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ലോണം പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഉണ്ണിമധുരം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നല്ലോണം പഴുത്ത ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു കല്ലിൽ ഇച്ചിരി ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അവസാനത്തേക്ക് ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം പഴം വേകണ സമയത്ത് റെഡിയാക്കി എടുത്താൽ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ണിമധുരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ. അപ്പോഴത്തേക്ക് നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചേക്കണ ശർക്കര നീര് ആഡ് ചെയ്ത് കൊടുക്കാമേ. എത്രത്തോളം മധുരം വേണോ അത്രത്തോളം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് നമ്മൾ മൂടി വെച്ച് നല്ലോണം വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ചേക്കുന്ന ജീരകവും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇടണം ഈ സമയത്ത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കുറച്ച് 2-3 സ്പൂൺ ചെറിയ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം പാത്രം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം വരട്ടിയെടുക്കണേ. പഴത്തിലൊക്കെ നല്ലോണം ശർക്കരയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് പാനിയെല്ലാം പഴത്തിലേക്ക് ആകും വിധം വരട്ടി എടുത്തുകൊണ്ടേയിരിക്കണേ. അവസാനം നമ്മൾ ഈ ഒരു പരുവത്തിൽ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഉണ്ണിമധുരം എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര്. പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് തിന്ന് കഴിയുമ്പോഴത്തേനും ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.